ഒന്നേ ശബ്ദം ഉണ്ടാക്കി നോക്കിയതാ. എന്റെ നിത്യക്കുട്ടി ഉണർന്നാലും. ഉണരുവടാ, ശബ്ദിക്കുകയും ചെയ്യും. അന്ന് തീരും നിന്റെ ശബ്ദം എന്നേക്കുമായി. ഒരു പുല്ല് സംഭവിക്കത്തില്ല. ഈ ഭൂമിയില് ആകെ അവശേഷിച്ചിരുന്ന തെളിവ് ഇവള് എന്റെ ഫോണിൽ നിന്ന് ചൊരണ്ടിയെടുത്ത വോയിസ് നോട്ടുകളാണ്. അതിനി കിട്ടത്തില്ല. കാരണം നിത്യക്കുട്ടിയുടെ മൊബൈലിൽ ഞാൻ വിഴിഞ്ഞം കടലിലെ പുള്ളി തിമിംഗലത്തിന് ഇട്ടുകൊടുത്തു. അത് വല്ല മത്സ്യകന്യമായിട്ട് ചാറ്റട്ടെന്നേ. ശരത്തെ, അല്പനേരത്തേക്ക് സൂര്യനെ മറയ്ക്കാൻ കാർമേഘത്തിന് കഴിയും. അതുപോലെയാ സത്യവും. നീ എത്ര മറച്ചു വെച്ചാലും ഒരു ദിവസം അറിയേണ്ടതെല്ലാം അറിയേണ്ടവരറിഞ്ഞിരിക്കും. അതാ ദൈവം എന്ന ശക്തി എന്ന് പറയുന്നത്. ദൈവം മരിച്ചു പോയിട്ട് എത്ര കാലമായിട്ട് ദേവിക? നീ പത്രത്തിലൊന്നും വായിച്ചില്ലായിരുന്നു? അത് ചെകുത്താന്റെ വിശ്വാസവും വ്യാമവും. നീ ഭയങ്കര ഊർജം കൊടുക്കുന്ന കേട്ടല്ലോ ഈ കിടക്കുന്ന പാഴത്തടിക്ക്. ഒരു കാര്യമില്ലടി. ഇവള് വിരൽ അനക്കത്തുമില്ല, എനിക്ക് നേരെ വിരൽ ചൂണ്ടത്തുമില്ല. മര്യാദക്ക് അനങ്ങാതിരുന്ന നിനക്കോളാം. നിന്റെ ഭാവിയെങ്കിലും ശോഭനമാവാൻ നീ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എടാ ശരത്തെ, ദൈവവും വേണം, ശത്രുവിനെതിരെ ആയുധവും വേണം. അതാ ദേവികയുടെ പോളിസി. നീ ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 78-ാം ശ്ലോകം കേട്ടിട്ടുണ്ടോ? നിനക്ക് എന്ത് ഭഗവത്ഗീത അല്ലേ? ആടിനറിയുമോ അങ്ങാടി വാണിഭം അല്ലടാ? യോഗീശ്വരനായ ഭഗവാൻ കൃഷ്ണനോട് തന്നെ ആയുധധാരിയായ അർജുനനും കാണുമെന്ന. അതാ മോനെ എന്റെ നയം. ഇടനെഞ്ചില് ദൈവം കാണും, വലത് കൈയില് നിനക്ക് നേരെയുള്ളൊരായുധവും. ഒന്നും നടക്കത്തില്ലടി. ഉടൻ നീ ഇവിടുന്ന് പുറത്താവും. പുറത്ത് നിന്നെ കാത്ത് എന്റെ അമ്മയും കാണും. ഓ ആണോ? നല്ല കാര്യം. നിത്യയുടെ നാവ് നനങ്ങിയല്ലേ, നിന്റെ അമ്മയ്ക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. നല്ല ചുവന്ന പട്ടുകൊണ്ട് വായി മൂടിക്കെട്ടിയ ഒരു മൺകലശം. അതിനകത്തെ നിന്റെ ചാരവും കാണും. എന്താടാ തല്ലുന്നില്ലേ? 2 ആൺമക്കളുടെ ചാരവും ഒന്നിച്ച് പാപനാശിനിയിൽ ഒഴുക്കാനുള്ള ഭാഗ്യം പ്രഭാവതി, അയ്യോ അല്ലല്ല, പ്രഭാവതി അമ്മയ്ക്ക് ഞാൻ നൽകാടാ.